ചിലത് കൂടി പറയാം, അല്ലാണ്ട് പറയണ്ടെന്ന് വെക്കണില്ല. ഇപ്പോൾ കഥകളി വേഷക്കാരെ അങ്ങേയറ്റവും സ്നേഹിക്കുന്ന പുരുഷന്മാർ ധാരാളമുണ്ട്, സ്ത്രീകളും ധാരാളമുണ്ട്. ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കഥകളിക്കാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ധൈര്യസമേതം വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരിക സ്വതവേ ആർക്കും ഉണ്ടായിട്ടുണ്ട് തോന്നുന്നില്ല. ഞാൻ ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും എന്നെ ഇതേമാതിരി ആ വേഷം കഴിഞ്ഞാൽ നളയരുതാണ്. നളയരം 2-ാം ദിവസം നളൻ്റെ ആ വേർപാടൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ അതായത് ഓടിങ്ങിട്ട് പോരലുണ്ട്. വേർപാട് കഴിഞ്ഞിട്ട് ഓടിപ്പോരൽ അപ്പോൾ വേഗം ഒരു സ്ത്രീ, ചെറുപ്പക്കാരത്തെ സ്ത്രീയാണ്, പേരൊന്നും ചോദിച്ചാൽ ഞാൻ അന്നും ചോദിച്ചിട്ടില്ല അവരോട് പേരെന്താന്ന്. എന്താ വെച്ചാൽ എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഇതല്ലല്ലോ, അപ്പോൾ പേര് ചോദിക്കലുണ്ടായില്ല. അപ്പോൾ ഏതായാലും വന്നു കെട്ടിയാണ്ട് പിടിച്ചു, അങ്ങനെ ഒരു ഉമ്മ വെച്ചു. ആ പച്ച വേഷമായിരുന്നു നിൻ്റെ, അത് പിന്നെ നളൻ അങ്ങനെയാണല്ലോ. ആ ഉമ്മ വെച്ചപ്പോൾ എന്തിനാ ഈ ചിഴിയിൽ ഉള്ള മറ്റേ മഞ്ഞപ്പൊടിയും ഇവിടെയുള്ള മനോലയും ഒക്കെ അവരുടെ മുഖത്തായി. അപ്പോൾ അയ്യേ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ഇതെനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞു ഇവർ. അല്ല, ഇത്രയും കഥകളിക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അനുഭവിക്കുക പറഞ്ഞാൽ അവർ ഈ അങ്ങേറ്റവും സ്നേഹം കൊണ്ടാണ്, അത് കലയോടുള്ള ആരാധന കൊണ്ടാണ്. അപ്പോൾ ആ ആരാധന അതിപ്പോൾ ഈ വേഷം നന്നാവുക കാരണം കൊണ്ടാണ് എന്ന് ഞാൻ ധരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഗുരുത്വം കൊണ്ടാണ്. അതിന് ഏതായാലും ദൈവാധീനവും ഗുരുത്വം ഒക്കെ ഉണ്ടാവുക കാരണം അമേരിക്ക, ജപ്പാൻ, കൊറിയ, അങ്ങനെ ഇവിടെ പോയിട്ടില്ല, പാകിസ്ഥാനിൽ പോയിട്ടില്ല. ബാക്കി എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നമ്മൾ കാശ് കൊടുത്തിട്ട് മുമ്പിലുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പ്. ഇത് കലാമണ്ഡലത്തിൻ്റെ ട്രൂപ്പിലാണെങ്കിൽ പോലും അതിനൊരു ഭാഗ്യം വേണമല്ലോ, അതും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതൊക്കെ മഹാഭാഗ്യം. ആ ഭാഗ്യം നിലനിന്ന് പോവാൻ ഇനിയും സാധിക്കുമായിരുന്നു. എൻ്റെ ഇപ്പോഴത്തെ അവശത, എൻ്റെ കാലിനാണുള്ള കേട്. കഥകളിക്ക് സ്വതവേ കാലിനെ കേട് വന്നാൽ പിന്നെ ഒന്നും പറയാനില്ല, വേറെ ഒന്നും പറയാനില്ല. ബാക്കിയൊക്കെ പിന്നെയും സഹിക്കാമെന്നാണ് പറയുക. ഏതായാലും അത് അങ്ങനൊരു കാരണം കൊണ്ട് ഞാനിപ്പോൾ അവശനാണ്. ഏതായാലും ഈ അവശനാണെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, വേഷം കെട്ടാൻ സാധിക്കില്ല, പ്രവർത്തിക്കാൻ സാധിക്കില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ അവശതയാണ് ഞാൻ ഈ പറയുന്നത്. എന്ന് വിചാരിച്ചിട്ട് അവശതയായിട്ട് വീട്ടിൽ കിടക്കല്ല മാത്രമല്ല, എന്നെ പരിചരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തു തരാൻ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഭാര്യ, മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമാധാനമുള്ളത് എന്താ വെച്ചാൽ, അവരൊക്കെ കലാകാരന്മാരായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും കലാകാരനാവാൻ ആഗ്രഹിച്ചതാണ്. രണ്ടാമത്തെ മകൻ, മൂത്ത മകൻ്റെ അരങ്ങേറ്റവും കഴിഞ്ഞതാണ്. പക്ഷേ അതിലേക്കല്ല പിന്നെ പോയതെന്ന് മാത്രം. ഏതായാലും ഇപ്പോൾ എന്തുണ്ട് എനിക്ക് രണ്ടാമത്തെ മകൻ്റെ നേതൃത്വത്തിൽ അതായത് ഒരു കലാസ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഗുരുകൃപ കലാക്ഷേത്രം എന്ന് പറയുന്നത്. അത് തരക്കേടില്ലാത്ത ഒരു ക്ഷേത്രം തന്നെയാണ്. അത് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് രണ്ടാമത്തെ മകൻ്റെ രഘുരാജൻ എന്നാണ് പേര്. അയാളുടെ ഭാര്യ കർണാടക സംഗീതജ്ഞയാണ്. അതായത് കലാമണ്ഡലം ശ്രീകല എന്നാണ് പേര്. സുന്ദരമായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നൃത്തം പഠിപ്പിക്കുന്നു. കലാമണ്ഡലത്തിലെ അഞ്ജലി എന്നാണ് പേര്. അവർ ഇപ്പോൾ പഠിപ്പിക്കുന്നത് വേറൊരാളാണ്. ഏതായാലും അതങ്ങനെ ഒന്ന്. പിന്നെ കഥകളി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കഥകളി പഠിപ്പിക്കുന്നത് കലാമണ്ഡലം കൃഷ്ണകുമാറാണ്. കലാമണ്ഡലം തിന്ന് റിട്ടയർഡായിട്ടുള്ള വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ ചെണ്ട പഠിപ്പിക്കുന്നുണ്ട്, അതും കലാമണ്ഡലം അധ്യാപകൻ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു കുടുംബമായിട്ടെന്നോ അല്ലെങ്കിൽ കലാക്ഷേത്രത്തിൻ്റെ അന്തേവാസികളായിട്ടെന്നോ എങ്ങനെയായാലും ഞങ്ങളിപ്പോൾ അങ്ങനെ സന്തോഷത്തോടെയുള്ള ജീവിതം തന്നെയാണ് നയിച്ചു കൊണ്ടുപോകുന്നത്. ഈ നയിച്ചു കൊണ്ടുപോകാൻ പ്രധാന കാരണം എൻ്റെ സ്വഭാവം നന്നായതുകൊണ്ടാണ്. സ്വഭാവം എന്ന് പറയുമ്പോൾ പലതരത്തിലും കരുതാം. ഇതല്ല, മദ്യപാന ആസക്തി, ഈ വയൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം കുടുംബം മതി എന്നുള്ള, കുടുംബത്തിലുള്ള ആൾക്കാർ മതി എന്നുള്ള സങ്കല്പത്തോടു കൂടി ജീവിക്കുക കാരണം കൊണ്ട് സ്വസ്ഥമായിട്ട്, സന്തോഷമായിട്ട്, സമാധാനമായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് എന്നെപ്പോലെ നിങ്ങൾക്കും ഭാഗ്യം ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ഇതിലധികം ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവചരിത്രത്തിനെ സംബന്ധിച്ച് പറയാൻ ഇപ്പോൾ തൽക്കാലം ഇല്ല എന്ന് തന്നെ പറയട്ടെ. അപ്പോൾ ആദ്യം അതന്നെ പറയാം, അതാ ഭേദം. 2009 പത്മശ്രീ കിട്ടി. എന്നാൽ ആ പത്മശ്രീ കിട്ടാൻ കാരണം MA ബേബി മന്ത്രിയായിരിക്കുമ്പോഴാണ്. അന്ന് ഈ മന്ത്രിമാർ ശുപാർശ ചെയ്താൽ സ്വതവേ
കലാകാരന്മാർക്ക് കിട്ടാറുണ്ട്. അതിൻ്റെ മുമ്പേ രാമൻകുട്ടി നായരാശാന് പത്മഭൂഷൺ കിട്ടി. അതും ഈ എം എ ബേബിയുടെ സഹായം കൊണ്ടാണ്. അതേമാതിരി മടവൂർ വാസുദേവൻ നായർക്ക് പത്മഭൂഷൺ കിട്ടി. അതും ഇത് ഇങ്ങനെ തന്നെ ഈ മറ്റേ എം എ ബേബിയുടെ അത് ശ്രമം കൊണ്ടാണ്. ഇതേമാതിരി തന്നെയാണ് എനിക്ക് പത്മശ്രീ കിട്ടിയതും. എന്നാൽ അതിന് മുമ്പ് ആർക്കും കിട്ടാത്തത്, അതായത് രാമൻകുട്ടി നായരാശാനും എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. വേറൊന്നുമല്ല, കാളിദാസ് സമ്മാൻ. അതായത് ആദ്യം രാമൻകുട്ടി നായരാശാന് കിട്ടി, അത് കഴിഞ്ഞിട്ട് എനിക്കും കിട്ടി. പിന്നെ കൂടിയാട്ടത്തിൽ നമ്മളെ എരിഞ്ഞാലക്കുട മാധവച്ചാക്കിയാർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മലയാളികൾക്ക് ഏകദേശം കിട്ടിയിട്ടുള്ളത് ഈ കാളിദാസ് സമ്മാൻ, മറ്റാർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല. അതും കൂടി ഒരു മഹാഭാഗ്യമാണ്. പിന്നെ സംഗീത അക്കാദമിയുടെ ഈ ഫെലോഷിപ്പ് മറ്റേ നമ്മൾ 2 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്ക് അതല്ല, ഇത് പ്രത്യേകമായിട്ട് ഒരു ഫെലോഷിപ്പാണ്. അതും എല്ലാവർക്കും ഇല്ല, അത് എല്ലാവർക്കും കിട്ടിയിട്ടുമില്ല. രാമകൃഷ്ണന് കിട്ടിയിട്ടുണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മിക്ക ആൾക്കാർക്കും ആർക്കും കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെ ചിലതൊക്കെ കൂടുതലും കിട്ടാൻ സാധിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുമുണ്ട്. അത് വളരെ നല്ല ഭാഗ്യം, മഹാഭാഗ്യം ഇതേ പറയാനുള്ളൂ. പിന്നെ ഈ ഒരുമാതിരി നമ്മളുടെ കേരളത്തിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഈ അവാർഡുകൾ. പല വിധത്തിലുള്ള അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. മുഴുവൻ ഓർമ്മ കിട്ടുന്നില്ല. അതായത് ഇപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത് എനിക്ക് മറവി കുറേ കൂടുതലാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ചധികം ഉണ്ട് മറവി. അങ്ങനെ മറവി സ്വതവേ നല്ലതിനാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അത് ദോഷം ചെയ്യുന്നുണ്ട്. ഇത് വേണ്ടപ്പോൾ ഓർമ്മ വരായ അത് നല്ലൊരു തകരാറാണ്. അതുകൊണ്ട് എങ്കിലും എനിക്കിപ്പോൾ വീട്ടിലൊന്നും വെക്കാൻ സ്ഥലമില്ല. വേറെ ഇനി വല്ല വീടും വെച്ചിട്ട് വേണം ആ സാധനങ്ങളൊക്കെ ഇനി ബാക്കിയുള്ള എല്ലാം കൂടി ഒന്നിച്ച് ഇനി വെക്കണമെങ്കിൽ, അതായത് എവിടെയെങ്കിലും ആൾക്കാർ വന്നാൽ കാണിക്കണമെങ്കിൽ മ്യൂസിയം ഉണ്ടാക്കുക തന്നെ വേണം. അതിനിപ്പോൾ സ്ഥലം വേണമെങ്കിൽ ആരും തരണം, ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കി തരണം ആരെങ്കിലും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ വയ്ക്കാൻ പറ്റും. പക്ഷേ തൽക്കാലം ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പ്രത്യേകിച്ച് കിട്ടേണ്ടത് സംഗീത ആ പത്മശ്രീ കഴിഞ്ഞാൽ പിന്നെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഇങ്ങനെയൊക്കെയാണ് കിട്ടേണ്ടത്. പത്മഭൂഷൺ കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാവും. പക്ഷേ അത് അവർ വിചാരിക്കണം, ഞാനല്ല വിചാരിക്കുന്നത്. അതായത് ഞാൻ അപേക്ഷിക്കുക, അത് വേണമെങ്കിൽ അപേക്ഷിക്കുക എന്നുള്ളതല്ലാണ്ട് അവരുടെ മനസ്സിൽ തോന്നണം അതായത് ഗോപിക്ക് കൊടുക്കുക പത്മഭൂഷൺ എന്നൊരു തോന്നിയാൽ കിട്ടും. അത്രയൊക്കെ ഇനി അക്കാര്യത്തിൽ പറയാനുള്ളൂ. വേറെ ഒന്നും ഇനി അവാർഡ് കിട്ടാൻ ഇനി ബാക്കിയൊന്നുമില്ല, അത്രത്തോളം കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഈ ജീവിച്ചിരിക്കുമ്പോൾ ഇതിലധികം അവാർഡ് കിട്ടിയിട്ടുള്ള ആൾക്കാർ ഇല്ല എന്ന് ഞാൻ പറയില്ല. എന്താ വെച്ചാൽ കഥകളിക്കാർക്ക് വേറെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർ ഇതൊക്കെ കൂടി എല്ലാം കൂടി കാണുമ്പോൾ ഇതുമാതിരി ആർക്കും കിട്ടിയിട്ടുണ്ടാകാൻ തോന്നുന്നില്ല എന്നേ പറയാറുള്ളൂ. അതെന്തായാലും ഇല്ല, മറ്റുള്ളവർക്ക് കിട്ടരുതെന്ന് ഞാൻ വിചാരിക്കാറില്ല. മറ്റുള്ളവർക്ക് കിട്ടുക തന്നെ വേണം, എന്നാൽ തന്നെ നമുക്ക് എപ്പോഴും സന്തോഷമുള്ളൂ. അവനവന് മാത്രം കിട്ടിയോണ്ട് എന്തൊരു കാര്യമുള്ളതെന്നേ, അതൊന്നുമില്ല. എല്ലാവർക്കും കിട്ടണം. എല്ലാവരും സന്മനസ്സായിട്ടുള്ള ആൾക്കാർ അവാർഡ് കൊടുത്ത് എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് വളർത്താൻ തയ്യാറാവുക, അതൊരു നല്ല കാര്യമാണ്. ഏതായാലും ഗുരുത്വവും ദൈവാധീനവും ഒരു കാലത്തും നശിക്കാതിരിക്കട്ടെ, എല്ലാം മംഗളമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഏകദേശം ഒരു 99% നിങ്ങളായിട്ട് പങ്കുവയ്ക്കൽ കഴിഞ്ഞു. ഇനി 1% ബാക്കിയുണ്ടെങ്കിൽ അത് ഞാൻ അവസാനം ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ വിളിച്ച് പറയാം. ഇത്രയേ പറയാനുള്ളൂ. സന്തോഷം.